ഞങ്ങൾക്ക് ഈയിടെ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ ഈ വീട് മേടിച്ചത് ഒരു വിൻ്ററിലാണ്. ആ സമയത്ത് ഈ ബാക്ക് യാർഡിലുണ്ടായിരുന്ന ആകെ ഒരൊറ്റ മരം, അതെ ഈ സംഭവം. വേറൊരു മരം ഇവിടെ ഇല്ലായിരുന്നു, ഒരു ചെടി പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ചെറിയ ചെടികളും മരങ്ങളൊക്കെ ഞാൻ കുഴിച്ച് വെച്ചാൽ. വിൻ്ററും കൂടെ അല്ലേ, വേറെ ഉള്ള ചെടികളെല്ലാം കരിഞ്ഞും പോയി. പിന്നെ സമ്മർ ആയപ്പോഴാണ് ഓരോന്നൊക്കെ കിളുത്ത് വരാൻ തുടങ്ങി. എനിവേ ഒരു 2 ആഴ്ച മുമ്പ് വൈഫിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു അലർജി പോലെ വന്നു. അപ്പോൾ ഞങ്ങളോർത്ത് ചിലപ്പോൾ ഇവിടുത്തെ വല്ലോ ഓക്കിൻ്റെ വല്ലോ, അതായത് ഇവിടെ അലർജി സീസണാണല്ലോ, അതിൻ്റെ വല്ലോ ആയിരിക്കും ഓർത്ത്. പക്ഷേ ഇത് മാറാതെ വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇത് പോയിസൺ ഐവിയാണ്. ഈ പോയിസൺ ഐവി എന്ന് പറയുന്നത് ഈ നോർത്ത് അമേരിക്ക, അത് അമേരിക്കയിൽ മാത്രം കാണുന്ന ഒരു വൃത്തികെട്ട ചെടിയാണ്. അത് നമ്മുടെ നാട്ടിലെ ഈ ചൊറിയണമെന്ന് പറയത്തില്ലേ, അത് നല്ല സംഭവം. പക്ഷേ ഇത് ഡേഞ്ചറസാണ്. ഇത് കൈകളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്കാണെങ്കിൽ ഈ ചിക്കൻ ബോക്സ് പോലെ വരും, ഇങ്ങനെ തടിച്ചു പൊങ്ങി ബ്ലിസ്റ്റേഴ്സ് പോലെ വരും, എന്നിട്ടിത് പൊട്ടും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഒരു ഒറ്റ മെഡിസിനുള്ളൂ, സ്റ്റിറോയിഡ്. അപ്പോൾ സമ്മറായി കഴിഞ്ഞപ്പോഴത്തെ ഈ മരത്തേൽ ഒരു വള്ളി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം സമ്മറായപ്പോൾ ഇവിടുത്തെ ഓരോ ഇല വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് സംഭവം ഇതാണെന്ന് മനസ്സിലായി. കാണിച്ചു തരാം. ഇതുണ്ടോ ഈ വള്ളി പോലെ എൻ്റെ ചോട് കണ്ടോ, എന്തായാലും തിക്കാൻ നോക്കി, അപ്പുറത്തുണ്ട്. അതെല്ലാം കരിഞ്ഞ് നിൽക്കുക. ഇതാ മരം. പക്ഷേ ഞങ്ങൾ വീട് മേടിച്ച സമയത്ത് വിൻ്റർ ആയിരുന്നുകൊണ്ട് ഇതിന് ഇലയൊന്നുമില്ലായിരുന്നു. പക്ഷേ സമ്മറായപ്പോൾ അതങ്ങ് കിളുത്ത് വന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, നിങ്ങളിങ്ങനെ പുതിയ വീട് മേടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പോയിസൺ ഐവി ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഭയങ്കര ഡേഞ്ചറസാണ്. ഇതെല്ലാവർക്കും അലർജി ഉണ്ടാകണമെന്നില്ല. കാരണം ഞാൻ ഈ സംഭവം ഇത് അലർജി ആണെന്ന് അറിയുന്നതിന് മുമ്പ് ഞാനിത് പോയി പിടിക്കുകയും ആ വള്ളി വെട്ടുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അന്ന് എനിക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനിത് കളഞ്ഞത്, ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈ ഇങ്ങനെ മരത്തെ കൂടെ വൈൻ പോലെ പോകുന്നുണ്ട്, വള്ളി പോലെ, ഈസ്റ്റേൺ പോയിസൺ ഐവി എന്ന് പറയും. പിന്നെ താഴെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നുണ്ട്, അതിന് വെസ്റ്റേൺ പോയിസൺ ഐവി എന്ന് പറയും. എൻ്റെ ഇവിടെ ഉള്ളത് ഇരിക്കുന്നത് ഈസ്റ്റേൺ ആണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഇവർ പറയുന്നത് ഇടയ്ക്ക് വെച്ചൊരു പീസ് മുറിച്ച് കളയണം. അപ്പോൾ ഇത് ഇങ്ങോട്ട് മുകളിലും താഴോട്ട് കോൺടാക്റ്റ് ഇല്ല. ഇത് മുറിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഒരു പീസ് എടുത്ത് കളയാൻ നല്ലതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പീസ് മിസ്സിങ്ങാണ്, ഇവിടെ ഒരു പീസ് മിസ്സിങ്ങാണ്. അപ്പോൾ ഇതുകൊണ്ട് അയലയെല്ലാം വാടി തുടങ്ങി. അത് മാത്രമല്ല, ഈ നമ്മുടെ വാൾമാർട്ട് അല്ലെങ്കിൽ ഹോം ഡിപ്പോ, ലോസിലൊക്കെ ഇതിൻ്റെ ഒരു മരുന്ന് മേടിക്കാൻ കിട്ടും. പോയിസൺ ഐവിയുടെ നോക്കി മേടിക്കണം, അത് സ്പെസിഫിക് ആയിട്ടുള്ളതുകൊണ്ട് അതും കൂടെ അടിക്കണം നല്ലപോലെ. അപ്പോൾ ഇത് കരിഞ്ഞു പോയിക്കോളും. ഇനി വേറൊരു കാര്യം കൂടെ, മെയിനായിട്ട് ഇതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് സ്റ്റിറോയിഡാണ്. അപ്പോൾ ഇനി സ്റ്റിറോയിഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെങ്കിൽ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ്, സ്റ്റിറോയിഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചത് ഈ ആര്യാപ്പിൻ്റെ ഇലയില്ലേ, അത് പൊടിച്ചത് എൻ്റെ സുഹൃത്ത് ഷായിച്ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഷായിച്ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഈ ഐഡിയ. ആര്യാപ്പിൻ്റെ പൊടിയും പിന്നെ പച്ചമഞ്ഞളും കൂടെ തിളപ്പിച്ചിട്ട്, എന്നിട്ട് അതുകൊണ്ട് ആവി കൊണ്ട്, അതായത് തോർത്തേൽ ആവി പിടിക്കത്തില്ലേ, അത് പിടിച്ചു. പിന്നെ മെഡിസിനായിട്ട് ആകെ എടുത്തത് ബെനാഡ്രില്ല, അത് ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി മാഷാ. പക്ഷേ ഒരു കാര്യമില്ലായിരുന്നു. കലാമിൻ ലോഷൻ അതും അപ്ലൈ ചെയ്യാം. നിങ്ങൾ സ്റ്റിറോയിഡ് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ സ്റ്റിറോയിഡ് എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് നല്ല വേഴ്സാകും. സ്റ്റിറോയിഡ് എടുക്കുന്ന ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇത് നല്ല വേഴ്സാകും. എനിവേ, ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തതാണ് കേട്ടോ.